ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എടുത്തത് എന്തായിരുന്നു? ഏരിയ ഓഫ് ദ സർക്കിൾ, അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇപ്പൊ സർക്കിളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സർക്കിളിൽ തന്നെ ഉള്ള ചെറിയ ചെറിയ ഭാഗങ്ങളാണ് സെക്ടർ, കോഡ്, ലെങ്ത് ഓഫ് ആർക്ക്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ആൻ ആർക്ക്. എന്താണ് ആർക്ക് എന്ന് ആദ്യം അറിയണം. ആർക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സർക്കിളിന്റെ ഒരു ചെറിയൊരു ഭാഗത്തിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയാം. സർക്കിൾ എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓൾ ദ പോയിന്റ്സ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു സെന്ററിൽ നിന്ന് ഒരേ അകലത്തിൽ കാണപ്പെടുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? സർക്കിൾ. സർക്കിൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി സർക്കിളിൽ നിന്ന് ഉപേക്ഷിച്ച് ആർക്ക് എന്താണെന്നറിയണം. ആർച്ച് കേട്ടിട്ടുണ്ടല്ലോ. ആർച്ച് നമ്മള് ചില ഫങ്ഷൻസ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ഈ ആലങ്കാരികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ആർച്ച്. ഈ റോഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാറുണ്ട്. പല ഗവൺമെന്റിന്റെ തന്നെ ഒരുപാട് സമ്മേളനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഫങ്ഷൻസ് ഒക്കെ കാണുമ്പോൾ റോഡിന് കുറുകെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഈ തുണിയൊക്കെ ചുറ്റിയിട്ട് നല്ല കളർഫുൾ ആയിട്ടൊക്കെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ കൊണ്ട് എഴുതിക്കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ ആർച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ വേറൊരു സംഗതിയാണ് ആർക്ക്. ആർക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. ഓക്കെ, സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഭാഗമാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ആർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്നൊരു സംഗതിയാണ് സെക്ടർ. സെക്ടർ എന്താണെന്നുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞു തരാം. ആർക്ക് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞേ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഭാഗമാണ്. എന്താണ് സർക്കംഫറൻസ്? പെരിമീറ്റർ ആണ്. അപ്പൊ ക്ലിയർ ആണ്. സർക്കംഫറൻസ് എന്താന്ന് ക്ലിയർ ആണ്. അപ്പോ സർക്കംഫറൻസിന്റെ ഭാഗമാണ് എന്ത്? ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സർക്കംഫറൻസ്? ഈ ചുറ്റിലും കാണുന്ന ഈ വരെയാണ് എന്ത്? സർക്കംഫറൻസ്. അതിന്റെ ചെറിയൊരു പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഈ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഈ റെഡിഷ് കളറിൽ കാണുന്നത് ഒരു ആർക്കാണ്. ഈ ബ്ലൂഷ് കളറിൽ കാണുന്ന സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന AB എന്ന് പറയുന്ന ആർക്ക്. ഓക്കെ, ഈ ആർക്ക് സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ടാവും. ആർക്കിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ A ആണ്, എൻഡിങ് പോയിന്റ് ഇവിടെ B ആണ്. ഓക്കെ, ഇനി A എന്ന് പറയുന്ന പോയിന്റിലേക്ക് സെന്ററിൽ നിന്നുള്ള അകലം എന്താണ്? അത് റേഡിയസ് ആണ്, അല്ലെ? ദാറ്റ്സ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. എൻഡിങ് പോയിന്റ് B ആണ്. ബിയിലേക്ക് O എന്ന് പറയുന്ന സെന്ററിൽ നിന്നുള്ള അകലം എന്താണ്? അതും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. ഓക്കെ ആണ്. റേഡിയസ് എന്താന്ന് മനസ്സിലായല്ലോ. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് റേഡിയസ്. ഗോട്ട് ഇറ്റ്? ഇവിടെ ഒരു ആർക്ക് കൺസിഡർ ചെയ്തപ്പോൾ ആർക്കിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്. എന്തുണ്ട്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, എൻഡിങ് പോയിന്റ് ഉണ്ട്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. എന്തുകൊണ്ടാണ്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഭാഗമല്ലേ, സർക്കംഫറൻസിന്റെ ഭാഗമല്ലേ? ആ സർക്കംഫറൻസിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? സെന്ററിൽ നിന്ന് ഒരേ അകലം തന്നെ ആയിരിക്കില്ലേ, റേഡിയസ് തന്നെ ആയിരിക്കില്ലേ? ഇനി OA എന്ന് പറയുന്ന റേഡിയസ് ആണ്, OB എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പൊ ഇത് ഇത്രയും ഭാഗം എന്തായിട്ട് ഈ രണ്ട് റേഡിയസിനിടയിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ വരുന്നുണ്ടാവും. അതിനെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ എക്സ് എന്ന് വേണം കൊടുക്കാം. നമുക്ക് ആംഗിൾ എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തത്. നോർമലി നമുക്കൊരു മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ മെഷർമെന്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ വി മേ നെയിം ഇറ്റ് ആസ് എക്സ് ഓർ വൈ ഓർ എനി ആൽഫബറ്റ് ഫ്രം ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഓക്കെ, അതർ ദാൻ ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പൈയുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞു, ഒരു ഗ്രീക്ക് ലെറ്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ വരുന്നൊരു കാര്യമാണ് തീറ്റ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിൽ T കൊടുക്കുന്നുണ്ടല്ലോ, അതിന് ഗ്രീക്ക് ലെറ്റർ വരുന്നതാണ് തീറ്റ. ഓക്കെ, അപ്പൊ സാധാരണ പറയാറുണ്ട് എന്താണ് സൈൻ തീറ്റ, എന്താണ് കോസ് തീറ്റ, ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ്? ഒന്നുമില്ല.
തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെറ്റർ, എ ഗ്രീക്ക് ലെറ്റർ വിച്ച് റെപ്രസെന്റ് ആൻ ആംഗിൾ. ഒരു ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പം തീറ്റ എന്താണെന്ന് ഇനി ആരെയും ചോദിച്ചാൽ ഡയറക്റ്റ് എടുത്ത് പറയാലോ. തീറ്റ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ കഴിക്കുന്ന തീറ്റയല്ല. തീറ്റ ഇസ് എ ലെറ്റർ, എ ഗ്രീക്ക് ലെറ്റർ വിച്ച് റെപ്രസെന്റ് ആൻ ആംഗിൾ. ഓക്കെ, ഒരു ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുള്ള, കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ലെറ്റർ ആണ് തീറ്റ. ഓക്കെ, ഹിയർ വി ആർ കൺസിഡറിങ് an angle in between OA and OB. OA എന്ന് പറയുന്ന റേഡിയസും OB എന്ന് പറയുന്ന റേഡിയസും ഇടയിലുള്ള ഒരു ആംഗിൾ ആണ് തീറ്റ, അതർവൈസ് എക്സ്. ഓക്കെ, അത് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു ആർക്കുണ്ട്. ഇപ്പോ ACB ഒരു ആർക്കാണ്. ACB എന്ന് പറയുന്നത് ഒരു ആർക്കാണ്. ഈ ACBയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ഇതാദ്യമേ പറഞ്ഞു. എന്താ? ഇതാദ്യമേ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ circumference of the circle. It's a part of a circumference of the circle. ഒരു സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി ആണ്? എന്നോട് ഒരാൾ ഒരു ദിവസം ചോദിച്ചതാണ്, ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ ആംഗിൾ എത്രയാണ്? എങ്ങനെയാണ്? ഒരു പോയിന്റ് ഇട്ടാൽ ആ പോയിന്റിന്റെ ആംഗിൾ എത്രയാണ്? കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ? ആംഗിളിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള എന്താണ്? ആംഗിളിന് എപ്പോഴും രണ്ട് ഹാൻഡ് ഉണ്ടാവും. ഇവിടെ OA എന്ന് പറയുന്നത് ഒരു ഹാൻഡാണ്, OB എന്ന് പറയുന്നത് മറ്റൊരു ഹാൻഡാണ്. ഈ രണ്ട് ഹാൻഡുകൾ തമ്മിലുള്ള എന്താണ്? മെഷർ ആണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്തൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും? ഒബ്വിയസ്ലി അത് 360 ഡിഗ്രി ആയിരിക്കും. കേട്ടോളൂ, ശ്രദ്ധിച്ചു വെച്ചോളൂ. എന്തായിരിക്കും അത്? 360 ഡിഗ്രി ആയിരിക്കും. ഒരു പോയിന്റ് ഇട്ടിട്ട് അതിനകത്ത് ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 360 ഡിഗ്രി. ഓക്കെ, അപ്പോ ഇവിടെ O എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്, സർക്കിളിന്റെ സെന്റർ ആണ്. ഈ പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇറ്റ് വിൽ ബി 360 ഡിഗ്രി അല്ലെ? 360 ഡിഗ്രി. അപ്പൊ ഈ 360 ഡിഗ്രി ആംഗിൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ OA എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ കറങ്ങി നേരെ B വരെ അല്ലെങ്കിൽ A വരെ തിരിച്ചു വരികയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അതിന് എത്ര ഭാഗം മാത്രമാണ് ACB എന്ന് പറയുന്ന ആർക്ക്? X ഡിഗ്രി മാത്രമാണ് ACB എന്ന് പറയുന്ന ആർക്ക്. അപ്പോ ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ടോട്ടൽ ലെങ്തിന്റെ ഒരു ചെറിയ ഭാഗമാണെന്ത്? ACB അല്ലെ? ടോട്ടൽ ലെങ്തിന്റെ ഒരു ചെറിയ ഭാഗമാണെന്ത്? ACB. അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയാ? അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് എന്തിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ളതാണ്? അത് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സർക്കംഫറൻസ് ഓഫ് ദി സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി സർക്കിൾ. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഏതാണ് ആംഗിൾ വരിക? ഈ രണ്ട് റേഡിയസിന് ഇടയിലുള്ള ആംഗിൾ, ദാറ്റ് ഈസ് എക്സ്. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? x/360. എങ്ങനെ എഴുതാം? x/360 ഇൻറ്റു സർക്കംഫറൻസ്. സർക്കംഫറൻസിന് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? πd. x/360 ഇൻറ്റു πd എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ x/360 ഇൻറ്റു 2πr എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് സർക്കംഫറൻസ് 36 π ആണ്. സർക്കംഫറൻസ് 36 π ആണ്. ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കണം. അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്ക് ഫോർമുലേറ്റ് ചെയ്യുന്ന, സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുക? സെൻട്രൽ ആംഗിൾ. അപ്പോ സെൻട്രൽ ആംഗിൾ എന്താണെന്ന് ഓർത്ത് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. സെൻട്രൽ ആംഗിൾ ഇറ്റ്സ് എ പെർട്ടിക്കുലർ ആംഗിൾ വിച്ച് ഫോംസ് വിത്ത് ആൻ ആർക്ക് AB എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? അപ്പൊ സെൻട്രൽ ആംഗിൾ എന്താന്നുള്ള ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. സർക്കിൾസ് പഠിക്കുമ്പോൾ തന്നെ സർക്കിൾ മെഷേഴ്സ് എത്തുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? സർക്കിൾസ് പഠിക്കുന്നുണ്ടാവും. ആ സർക്കിൾസില് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സെൻട്രൽ ആംഗിൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കോഡ്.
അതുപോലെ തന്നെ ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് എന്തായാലും പുതിയതല്ല. ക്ലിയർ ആണേ? ഓക്കെ. അപ്പോ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമുക്ക് അറിയാത്തൊരു വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ അതിന് എക്സ് എന്ന് കൊടുത്തത്. അതർവൈസ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് തീറ്റ. ഓക്കെ. ആംഗിളിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യാറുള്ളത് തീറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടിട്ടാണ്. അപ്പോ ലെങ്ത് ഓഫ് ആൻ ആർക്ക് കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാ? ഇറ്റ് ഇസ് എക്സ് ബൈ 360 ഇൻറ്റു 2πr. ഓക്കെ, എക്സ് ബൈ 360 ഇൻറ്റു 2πr. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഓക്കെ അല്ലേ? എക്സ് ബൈ 360 ഇൻറ്റു 2πr. ക്ലിയർ? ഇവിടെ here is a question. In a circle, the length of an arc of central angle 60 degree is 4π. What is the area of the circle? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് ആർക്ക് ആണ്. എത്രയാണ്? ഇറ്റ് ഈസ് 4π. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. തീറ്റ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. സോ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ലെങ്ത് ഓഫ് ആർക്ക് എത്രയാ? ഇറ്റ് ഈസ് 4π. ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് തീറ്റ ബൈ 360 ഇൻറ്റു സർക്കംഫറൻസ്. It is 4π. Theta by 360 into circumference is equal to 4π. ഇനി തീറ്റ എത്രയാണ്? സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ എത്രയാണ്? It will be 60 degree, right? Here the central angle of this particular arc is 60 degree. So we can make it as 60 degree. Now 60 by 360 into circumference of a circle. സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് പൈ ഡി അതർവൈസ് 2πr. നമുക്ക് പൈ ഡി തന്നെ കൊടുത്തു പോവാം. നമുക്ക് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വാല്യൂ 4π എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്തിന്റെ വാല്യൂ 4π എന്ന് കൊടുത്തേ? ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലെങ്ത് ഓഫ് ആർക്കിന്റെ ലെങ്ത് 4π ആന്ന് പറഞ്ഞു. അപ്പൊ ആർക്കിന്റെ ലെങ്ത് 4π ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 60 by 360 ഇൻറ്റു പൈ ഡി. എന്താണ്? 60 by 360 ഇൻറ്റു പൈ ഡി. ഇനി നമുക്കതാ 0 കട്ടിയാൽ 6ന്റെ ടേബിളിൽ എന്തായാലും 36 ഉണ്ട്. എത്ര ടൈംസാ? 6ന്റെ ടേബിളിൽ 36 വരുന്നത് 6 ടൈംസ് ആണ്. അപ്പോ നമുക്ക് എന്ത് കൊടുക്കാം? ഈ 6/36 എന്നുള്ളത് 1/6 എന്ന് കൊടുക്കാമല്ലോ. 6ന്റെ ടേബിളില് 6 1 ടൈംസ് ആണ്, 36 6 ടൈംസ് ആണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 1/6 ഇൻറ്റു പൈ ഡി ഈക്വൽ ടു 4π. ഓക്കെ, അപ്പോ 1/6 ഇൻറ്റു പൈ ഡി ഈക്വൽ ടു 4π. നമുക്ക് ഈ 6നെ എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 6 റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 1 ഇൻറ്റു പൈ ഡി തന്നെ 1 ഇൻറ്റു പൈ ഡി തന്നെ ഈക്വൽ ടു 6 ഇൻറ്റു 4π. 6 ഇൻറ്റു 4π. സോ പൈ ഡി ഈക്വൽ ടു 6 4s are 24 ആണ്, 24π. നമുക്ക് ഈ പൈയും കട്ടുകളായാലോ. സോ യു വിൽ ഗെറ്റ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ വിച്ച് ഇസ് 24. ഡയമീറ്റർ ഇസ് 24. ഡയമീറ്റർ 24 ആണെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, റൈറ്റ്? So the radius of the circle will be half of the diameter, that is 12. 24ന്റെ ഹാഫ് ആണ്, ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. അതൊരു ലോജിക്ക് കയ്യിലുണ്ടാവണേ. ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. സോ 24ന്റെ ഹാഫ് എത്രയാ? 12 ആണ്. സോ 12 will be the radius of the circle. ഈ സർക്കിളിന്റെ റേഡിയസ്
12 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the area of the circle. So area of circle. സർക്കിളിന്റെ ഏരിയ എന്താ വരിക? സർക്കിളിന്റെ ഏരിയ we all know that it is pi r square, right? So pi r square, pi into radius of the circle, that is 12. 12 square, 12 into 12. 12 12s are 144. So 144 pi. അവിടെ നിർത്തിയാൽ മതിയോ? പോരാ. കാരണം ഇവിടെ പൈയുടെ വാല്യൂ എത്ര കൊടുക്കാൻ പറഞ്ഞു? 3.14 കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പൈയുടെ വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 3.14 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? 3.14 ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ എന്താ പറയാ? മൾട്ടിപ്ലൈ ചെയ്തേ. 144 into 3.14 എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞേ മക്കളെ? എത്ര വന്നേ? 452.16 അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 452.16 will be the answer. അങ്ങനെയാണോ? ഓക്കെ. സെന്റിമീറ്റർ സ്ക്വയർ. Area will be having unit centimeter square. Length of the arc is 4 pi centimeter. Okay. അപ്പൊ എന്താ ചെയ്തത്? Here we have a central angle of an arc. അത് മാത്രമാണോ? Length of an arc also given by 4 pi centimeter. ഇത് യൂസ് ചെയ്തിട്ട് we need to find the area of the circle. എങ്ങനെയാ ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ പൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണെന്ന് മാത്രം അറിയാം അല്ലെ? ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോ പൈ ആർ സ്ക്വയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to find the radius of the circle. എങ്ങനെയാ റേഡിയസ് കണ്ടുപിടിക്കുക? റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതാ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. ലെങ്ത് ഓഫ് ആൻ ആർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് x/360 otherwise θ/360 into circumference of the circle, right? x/360 otherwise θ/360 into pi d. Pi d refers to circumference of the circle. So theta angle ആണ് എത്രയാണ്? 60 degree. So we can make it sure that this one is 60 degree. 60/360 into pi d. 60/360 into pi d, which is 4 pi. ഇനി ഇതില് ലാസ്റ്റ് ഒന്ന് 0 കിട്ടിയ 6ന്റെ ടേബിളില് 36 6 ടൈംസ് ആണ്. സോ 6/36 എന്നുള്ള എങ്ങനെ കൊടുക്കാം? 1/6 എന്ന് കൊടുക്കാം. ഇനി ഡിവൈഡ് ചെയ്തിരിക്കുന്ന 6നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ pi d will be equal to 6 into 4 pi. 1 into pi d ആണ്. നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ 1 എവിടെ പോയി? 1 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം നമ്പർ തന്നെയാണേ. സോ 1 into pi d will be pi d. Got it? 6നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. 6 ഡിവൈഡ് ചെയ്തിരിക്കുവായിരുന്നു, അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ 24 pi. നമുക്ക് ആ പൈ രണ്ടിടത്തും കട്ട് ചെയ്യാം. സോ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ വിൽ ബി 24. If the diameter of the circle is 24, radius will be half of the diameter. So diameter ന്റെ half ആയിട്ട് radius എടുത്തു. So 24 ന്റെ half 12 ആണ്. So area of the circle will be pi r square. Pi r square. Radius ഇവിടെ കിട്ടിയേ. Radius എത്രയാ? 12 ആണ്. 12ന്റെ സ്ക്വയർ വരുമ്പോൾ 12 times 12, that is 144. So 144 pi. 144 pi സെന്റിമീറ്റർ സ്ക്വയറിൽ നിർത്താമെങ്കിൽ നിർത്താമായിരുന്നു. But here it is mentioned like we have to apply the value of pi as 3.14. Multiply ചെയ്യുമ്പോൾ approximately 452.16 centimeter square എന്ന് കിട്ടും. Got it? So multiply ചെയ്തിട്ട് ആൻസർ എത്തിക്കുക. Clear? Okay, next question. Find the central angle if the length of arc is 1/8 of the perimeter of the circle. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കണം. ആ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന കാര്യം എന്താ? ലെങ്ത് ഓഫ് ആർക്ക് is 1/8. എന്താണ്? 1/8 into circumference. Length of arc is 1/8 into circumference. Length of arc കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ?
x by 360 otherwise theta by 360 into circumference, which is 1 by 8 into circumference. രണ്ടിടത്തും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. എന്താ? ഈ കാണുന്ന സർക്കംഫറൻസ് ആണ്. അപ്പൊ എന്തിനു മാത്രമേ വ്യത്യാസം ഉണ്ടുള്ളൂ? എക്സ് ബൈ 360 1 by 8. ഈ എക്സ് ബൈ 360 എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ 1 by 8 ഈക്വൽ ആയിരിക്കും. സോ എക്സ് ബൈ 360 ഈക്വൽ ടു 1 by 8. ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 360 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 360 അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 360 divided by 8. 360 divided by 8. 8ന്റെ ടേബിളിൽ 36 വരുന്നുണ്ടോ? ഇല്ല. 32 വരുന്നുണ്ടെന്നറിയാം. വരുന്നുണ്ടോ? 360 divided by 8 എത്രയായിരിക്കും വരിക? which will be 360 divided by 4 അല്ലെങ്കിൽ 360യുടെ ഹാഫ് എത്രയാ? 180. 180യുടെ ഹാഫ് എത്രയാ? 90. 90യുടെ ഹാഫ് എത്രയാ? 45. നമ്മൾ 3 പ്രാവശ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഓർക്കാം. 360 ഒന്നെങ്കിൽ ഡയറക്ട്ലി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8ന്റെ ടേബിളിൽ എന്തായാലും 36 ഇല്ല. 32 ഉണ്ട്, 4 ടൈംസ് ആണ്. പിന്നെ വരുന്നത് 20 ആണ്, സോറി 40 ആണ്. സോ 40 വിൽ ബി 5 ടൈംസ്. 45 ആണ് എന്തായാലും വരിക. പല രീതിയിൽ ഇത് കണ്ടുപിടിക്കാം കേട്ടോ. വി കൻ ഡയറക്ട്ലി ഡിവൈഡ് 360 by 8. അതർവൈസ് മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 360 ആണ്, ഡിവൈഡഡ് ബൈ 8 ആണ്. 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ? 360നെ 8 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ടത്തിൽ വരും. പോരെ, 4 പാർട്ട് ചേരുന്നത് എത്രയായിരിക്കും? 360യുടെ നേരെ പകുതി ആയിരിക്കുമോ? 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 4 പാർട്ടായിട്ട് 2 ഗ്രൂപ്പ് ആക്കുവാണെങ്കിൽ ഇത് ഇത്രയും 360യുടെ പകുതി, ഇവിടെ ഇത്രയും 360യുടെ പകുതി. 360യുടെ പകുതി എത്രയാ? 180 ആണ്. ആണേ, 180 ആണ്. അപ്പോ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പാർട്ട് 180 ആണ്, അടുത്ത 4 പാർട്ട് 180 ആണ്. മൈൻഡിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് 180 ആണ്, ഇപ്പുറത്തും 180 ആണ്. ഈ 180 എന്നുള്ളതിൽ ഒരു 180 അങ്ങ് മാറ്റിയേക്കുക. ഇപ്പൊ ഇത് ഇത്രയും 4 പാർട്ട് 180 ആണ്, 4 പാർട്ട് 180 ആണ്. അതിനെയും പകുതിയാക്കുക. 2 പാർട്ട് ഇപ്പൊ 2 പാർട്ട് എത്ര വരും? 90 വരും. 90. അതിനെയും മാറ്റും, ഒരു 90 മാറ്റാം. ഇപ്പൊ എത്ര ഉണ്ട്? 2 പാർട്ട് 90 ആണ്. അപ്പൊ അതിലൊരു പാർട്ട് എത്രയായിരിക്കും? 45. 90യുടെ പകുതി 45 ആണ്. പകുതി എടുത്തു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 360 divided by 8. 8ന്റെ ടേബിളില് 36 എന്തായാലും വരുന്നില്ല, 32 വരുന്നുണ്ട്. 4 ടൈംസ്. ആ 4 ആദ്യം എടുത്ത് എഴുതി. ബാലൻസ് എത്രയാണ്? 32 കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 6 ആണ്, സോറി 4 ആണ്. 360 അല്ലേ? 4 ആണ്. 36ല് 32 മാറിയാൽ ബാക്കി വരുന്നത് 4 ആണ്. 40 നോക്കുമ്പോൾ 48ന്റെ ടേബിളിൽ 5 ടൈംസ് ആണ്. അങ്ങനെ നമുക്ക് 45 എടുക്കാം. ഇതെങ്ങനെ 45 കിട്ടി എന്നുള്ളതല്ല കാര്യം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം, എഴുതി നോക്കാം, എങ്ങനെ വേണേലും കണ്ടുപിടിക്കാം. ദാറ്റ് ഡസന്റ് മാറ്റർ. യു ജസ്റ്റ് നീഡ് ടു ഫോക്കസ് ഓൺ ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ലെങ്ത് ഓഫ് ആർക്ക് ഇസ് 1 by 8 ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ്. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ലോജിക് ഉണ്ടാവണം. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. തിരിഞ്ഞു പോയത്, ഇനി സെക്ടറും കൂടെ കയറുമ്പോൾ തമ്മിൽ തിരിഞ്ഞു പോയത് കേട്ടോ. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഇനി ഈ സർക്കംഫറൻസിൽ നിന്ന് തന്നെയാണ് എഴുതിയും പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് 1 by 8 ഓഫ് ദി സർക്കംഫറൻസ്. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് സർക്കംഫറൻസിന്റെ 1 by 8 ആണ്. അപ്പോ ഈ പറയുന്ന എക്സ് ബൈ 360 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വല? 1 by 8 ഈക്വൽ ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? വി ഹാവ് ടു ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ. സെക്ടർ, നോട്ട് ദി സെക്ടർ, സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്. ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്, അതർവൈസ് തീറ്റയാണ്. നമുക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ. സോ
സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 360 അപ്പുറത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 360 divided by 8 which is 45. Clear? Okay. Next one. Here is a quiz. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ ചെറിയൊരു ക്വിസ് പ്രോഗ്രാം ആയിട്ട് കണ്ടക്ട് ചെയ്തിരുന്നു. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നുറുക്ക് വിദ്യയിലിരുന്നത്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ജസ്റ്റ് റീഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എക്സ് if length of arc is pi centimeter and the radius of the circle is 6 centimeter. Length of arc pi ആണ്, radius of the circle 6 ആണ് എങ്കിൽ what will be the central angle? X refers to central angle. Central angle എത്രയായിരിക്കും? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതാണ്. Length of arc pi ആണ്, radius of the circle 6 centimeter ആണ്. Then what will be the value of x? It's your time. Try to find the answer. കിട്ടിയോ? നമുക്ക് നോക്കാം എന്താ വരുന്നത്. ചെയ്ത് നോക്കാം. ഇവിടെ ലെങ്ത് ഓഫ് ആർക്ക് പൈ എന്ന് പറഞ്ഞു. ലെങ്ത് ഓഫ് ആർക്ക് പൈ ആണ്. എക്സ് ബൈ 360 ഇൻറ്റു എക്സ് ബൈ 360 ഇൻറ്റു പൈ ഡി ആണ് എത്ര? പൈ. എക്സ് ബൈ 360 ഇൻറ്റു പൈ ഡി ആണ് പൈ. ഇവിടെ റേഡിയസ് എത്രയാന്ന് പറയുന്നുണ്ട്? റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇസ് 6 centimeter. Then what about the diameter? Diameter will be 12 centimeter. Okay, diameter will be 12 centimeter. We just need to find the value of x. So x by 360 into നമുക്ക് വേണ്ട പയ്യും കട്ട് ചെയ്തവിടെ 1 കൊണ്ടുവരാം. Diameter 12 will be 1. Otherwise x equal to ഈ 360 12 അങ്ങോട്ടും ഉണ്ടാവും. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 360 അപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈ ആണ്. 1 into 360 which is 360 itself. 360 divided by 12. 360 divided by 12 will be the central angle of this arc. എത്ര വരിക? 360 divided by 12. 12, 24, 36. 3, right? 30 degree. So the answer will be 30 degree. Okay. A great round of applause. Those who got the correct answer. കറക്റ്റ് ആൻസർ കൃത്യമായിട്ട് കിട്ടിയവർക്ക് വളരെ വലിയൊരു അപ്രീസിയേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പൊ ഇത് കിട്ടിയ രീതി മനസ്സിലായല്ലോ. ജസ്റ്റ് ഇത് മൈൻഡിൽ ആലോചിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഫോർ ആൻ എക്സാമ്പിൾ, ലെങ്ത് ഓഫ് ആർക്ക് പൈ ആന്ന് പറഞ്ഞു. ടോട്ടൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ 6 centimeter ആന്ന് പറഞ്ഞു. ഈ ഒരു ഇക്വേഷൻ മൈൻഡിൽ കൊണ്ടുവരിക. എന്തായാലും പൈ കട്ട് ചെയ്തു പോകും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 12 by 36 ആണ്. ഇതപ്പുറത്ത് വരുമ്പോൾ എന്താവും? എന്തായാലും 360 divided by 12 ആവും. So 360 divided by 12 will be 30 degree. So 30 degree will be the central angle of this arc. Okay, അല്ലെങ്കിൽ വേറെ രീതിയിൽ നോക്കിയാൽ മതി. ഓരോ ആംഗിൾ x by 360, എക്സിന് പകരം 20 ഇട്ട് നോക്കുക, 45 ഇട്ട് നോക്കുക, 60 ഇട്ട് നോക്കുക, 30 ഇട്ട് നോക്കുക. ഒബ്വിയസ്ലി 30 ഇട്ട് നോക്കുമ്പോഴായിരിക്കും ഈസി ആയിട്ട് പൈ ആയിട്ട് കിട്ടുക. ഓക്കെ, എങ്ങനെയാ വരിക? ഫോർ ആൻ എക്സാമ്പിൾ, എക്സിന് വരെ 60 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 60 by 360 ഇൻറ്റു പൈ ഇൻറ്റു 12. 60 by 360 എന്തായാലും കട്ട് ചെയ്യുമ്പോൾ 1/6 ആവും. ഇൻറ്റു പൈ ഇൻറ്റു 12 ഇതെന്താ വരിക? 2π വരിക. അതായത് സെൻട്രൽ ആംഗിൾ 60 കൊടുത്തപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് 2π വന്നു. നമുക്ക് വരേണ്ട എത്രയാ? പൈ ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ 60 കൊടുത്തപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് 2π വന്നാൽ സെൻട്രൽ ആംഗിൾ 30 കൊടുത്താലല്ലേ ലെങ്ത് ഓഫ് ആർക്ക് പൈ വരുള്ളൂ. ലോജിക്കാണ്, ആലോചിച്ച് നോക്കണേ. സെൻട്രൽ ആംഗിൾ ഇതിപ്പം നമ്മൾ റാൻഡം ആയിട്ട് ഒരു നമ്പർ സെലക്ട് ചെയ്തു. ഞാൻ 60 ഇട്ട് കൊടുത്തു. 60 കൊടുത്തപ്പോൾ സെൻട്രൽ ആംഗിൾ 60 കൊടുത്തപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് 2π വന്നു. പക്ഷെ നമുക്ക് വേണ്ട എത്രയാ? പൈ ആണ്. അപ്പൊ വേറെ ആംഗിൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്തെടുത്ത് എഴുതാം? സെൻട്രൽ ആംഗിൾ 60 കൊടുത്തപ്പോൾ 2π വന്നെങ്കിൽ നമുക്ക് പൈ വരണമെങ്കിൽ 60യുടെ നേരെ പകുതി എടുത്താൽ പോരെ.
സെൻട്രൽ ആംഗിൾ പകുതിയാകുമ്പോൾ ലെങ്ത് ഓഫ് ആർക്കും പകുതിയാകും. അതൊരു മേജർ പോയിന്റ് ആണ്. ലെങ്ത് ഓഫ് ആർക്ക് പകുതിയാകുന്നതിനനുസരിച്ച് സെൻട്രൽ ഓഫ് ആംഗിളും പകുതിയാവും. സെൻട്രൽ ഓഫ് ആംഗിൾ ഡബിൾ ആകുന്നതിനനുസരിച്ച് ലെങ്ത് ഓഫ് ആർക്കും ഡബിൾ ആവും. ഓക്കെ, അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് വൺ, what will be the perimeter of the circle if an arc length L makes an angle 45 degree at the center? എന്തായിരിക്കും വരിക? 45 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുമ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് L ആണെങ്കിൽ what will be the perimeter of the circle? Your time is over. I'm going to answer. Okay, നമുക്കിത് ഒരു എളുപ്പ വഴിയായിട്ട് നോക്കാം. എന്തായാലും ഇത് ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കാനുള്ള സമയമില്ലെന്നറിയാം. ബെറ്റർ നമുക്കൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ദിസ് വൺ വിൽ ബി 45 ഡിഗ്രി. 45 ഡിഗ്രി വന്നപ്പോൾ നമുക്ക് L ആണ് ലെങ്ത് ഓഫ് ആർക്ക്. 45 ഡിഗ്രി വന്നപ്പോൾ നമുക്ക് എന്താ ലെങ്ത് ഓഫ് ആർക്ക് വന്നത്? L ആണ്. അടുത്തൊരു 45 ഡിഗ്രി വരുമ്പോഴത്തേക്ക് എന്തായി? അടുത്തൊരു 45 ഡിഗ്രി വരുമ്പോൾ ആ 45 ഡിഗ്രിക്കും എന്ത് തന്നെ ആയിരിക്കും ലെങ്ത് ഓഫ് ആർക്ക്? L തന്നെ ആയിരിക്കും. അപ്പൊ ഈ 45 പ്ലസ് 45 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് എന്ത് വന്നു? 90 ഡിഗ്രി വന്നപ്പോ 2L വന്നു. 24 അല്ല, 2L വന്നു. 90 ഡിഗ്രി ആയപ്പോ 2L വന്നു. അപ്പോ ഇവിടെയും 2L തന്നെ ആയിരിക്കില്ലേ? അപ്പോ 180 ഡിഗ്രി വരുമ്പോ എത്ര വരും? 180 ഡിഗ്രി വരുമ്പോൾ 2L പ്ലസ് 2L എത്ര വരിക? 4L ആണ് വരിക. അപ്പൊ ഇത് ഇത്രയും 4L ആണ്. അപ്പൊ താഴോട്ടും എത്ര തന്നെ ആയിരിക്കും? 4L തന്നെ അല്ലേ? അപ്പൊ 360 ഡിഗ്രി വരുമ്പോൾ ടോട്ടൽ ആംഗിൾ, ടോട്ടൽ ലെങ്ത് ഓഫ് ദി സർക്കിൾ, അതർവൈസ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ വിച്ച് വിൽ ബി 4L പ്ലസ് 4L എത്രയാ? 8L. സോ ഓപ്ഷൻ സി 8L will be the answer. ഇത് ഡയറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്ത് പോവാണെങ്കിലുണ്ടല്ലോ പെടും. ബെറ്റർ ഓപ്ഷൻ ഈ ഒരു ലോജിക് ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ ആംഗിൾ ഡബിൾ ആകുമ്പോൾ ആദ്യം 45 എന്നുള്ളത് നേരെ 90 ആയപ്പോൾ ലെങ്ത് ഓഫ് ആർക്കും എന്തായി? ഡബിൾ ആയി. L പ്ലസ് L 2L ആയി. ഇവിടെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആയിരുന്നു. 180 ഡിഗ്രി ആയപ്പോഴത്തേക്ക് ലെങ്ത് ഓഫ് ആർക്ക് എത്ര വന്നേ? 4L ആവുന്നേ. സെൻട്രൽ ആംഗിൾ ഡബിൾ ആയപ്പോൾ ലെങ്ത് ഓഫ് ആർക്കും ഡബിൾ ആയി. സെൻട്രൽ ആംഗിൾ ഡബിൾ ആയപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് ഡബിൾ ആയി. സെൻട്രൽ ആംഗിൾ ഹാഫ് ആയപ്പോൾ ലെങ്ത് ഓഫ് ആർക്കും ഹാഫ് ആയി. ക്ലിയർ ആണേ? അതായത് തീറ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. ഡബിൾ ആകുവാണെങ്കിൽ ലെങ്ത് ഓഫ് ആർക്കും ഡബിൾ ആകും. തീറ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ ഡബിൾ ആകുമ്പോൾ ലെങ്ത് ഓഫ് ആർക്കും ഡബിൾ ആവും. തീറ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഹാഫ് ആകുവാണെങ്കിൽ ലെങ്ത് ഓഫ് ആർക്കും എന്താവും? ഹാഫ് ആവും. 1/2 ആവും. ഓക്കെ, ലെങ്ത് ഓഫ് ആർക്ക് പകുതിയാകുന്നതിനനുസരിച്ച് സെൻട്രൽ ആംഗിളും പകുതിയാകും. ലെങ്ത് ഓഫ് ആർക്ക് ഡബിൾ ആകുന്നതിനനുസരിച്ച് സെൻട്രൽ ആംഗിളും ഡബിൾ ആവും. ഓക്കെ, ആ ലോജിക് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ക്ലിയർ? ആ ലോജിക് ഉണ്ടെങ്കിൽ ഈ വക വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ആംഗിൾ ആൻഡ് ഏരിയ. ഇപ്പോ ചെറിയൊരു ടോപ്പിക്കിലോട്ട് മാറുവാണ്. ഞാൻ ഇത്രയും നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ലെങ്ത് ഓഫ് ആർക്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വേറൊരു കാര്യം പറയുന്നു, സെക്ടർ. സെക്ടർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ. ലെങ്ത് ഓഫ് ആർക്കിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ പാർട്ടാണ് എന്ത്? ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ആർക്ക് എന്ന് പറയുന്നത് സർക്കംഫറൻസിന്റെ പാർട്ടാണ്. സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം വരും. ഇതിന്റെ ഒരു ഭാഗമാണെന്ത് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ സെക്ടറിന്റെ വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? ഭാഗം, സർക്കിളിന്റെ ഒരു ഭാഗം എന്ന് മാത്രമാണ്. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കേക്കൊക്കെ മേടിക്കാറില്ലേ? സ്ക്വയർ ഷേപ്പ് അല്ല, സർക്കിൾ ഷേപ്പുള്ള. അത് നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഷേപ്പിലൊക്കെയാണ്. ആ കട്ട് ചെയ്തെടുക്കുന്ന പീസ് എന്തായിരിക്കും? ദാറ്റ് പെർട്ടിക്കുലർ പീസ് ഷുഡ് ബി ലൈക്ക് ദിസ് വൺ, റൈറ്റ്?
നമ്മള് പേസ്ട്രി ഒക്കെ മേടിക്കാൻ പോരല്ലേ മക്കള്? പേസ്ട്രി ഒക്കെ മേടിക്കാൻ പോരല്ലേ? കേക്ക് പേസ്ട്രി ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ അവിടെ കിട്ടാറുള്ള നല്ല സ്മൂത്തി ആയിട്ടുള്ള, നല്ല സോഫ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ഇതാണ്. അതിന്റെ ഷേപ്പ് എന്താ? അത് സെക്ടർ ആണ്. അപ്പോ ഓരോ കേക്ക് കടകളിലും പേസ്ട്രി മേടിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു പേസ്ട്രി ഷേപ്പ് കണ്ടാൽ അവിടെ നിങ്ങൾ എപ്പം മൈൻഡിൽ എന്ത് കരുതണം? അതൊരു സെക്ടർ ആണ്. അതൊരു സെക്ടർ ആണ്, സർക്കിളിന്റെ ഒരു ഭാഗമാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കേക്ക്. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കേക്ക് എന്താണ്? കട്ട് ചെയ്ത് മാറ്റുന്നു, കട്ട് ചെയ്തെടുക്കുന്ന പീസ് എന്തായിരിക്കും? അതൊരു സെക്ടർ ആണ്. അതിനെ സംബന്ധിച്ചൊരു സെക്ടർ ആണ്. മുകളിൽ കാണുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആകുമ്പോൾ മുകളിൽ എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് മുകളിൽ കാണുന്ന ഷേപ്പ് എന്താണ്? ഈ ഒരു ഷേപ്പിലായിരിക്കില്ലേ? ഈ ഒരു ഷേപ്പിലായിരിക്കില്ലേ? അങ്ങനെ കിട്ടുന്ന കേക്കിന്റെ ഈ ഒരു ഷേപ്പ് കാണുവാണെങ്കിൽ അത് എന്താണ്? ദാറ്റ്സ് എ സെക്ടർ. സെക്ടർ അതർവൈസ് എന്താ പറയാ? പാർട്ട് ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നത് ഏരിയയുടെ ഭാഗമാണ്. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. സെക്ടർ ഇസ് എ പാർട്ട് ഓഫ് ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, സോ ഐ എം അബൌട്ട് ടു ക്ലിയർ ദിസ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സെക്ടറിനെ സംബന്ധിച്ച് എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞു. ഇനി സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിച്ച എങ്ങനെയാ? ഇതിന്റെ ടോട്ടൽ ആംഗിൾ എടുത്തു. ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാന്ന് പറഞ്ഞു. അതിൽ നിന്ന് എക്സ് ഭാഗം എടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആംഗിൾ ബിറ്റ്വീൻ ഒ എ ആൻഡ് ഒ ബി. ഇത് രണ്ടും റേഡിയസ് ആണ്. ഒ എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ഈ രണ്ട് റേഡിയസിനിടയിലുള്ള ആംഗിൾ ആണ് എക്സ്. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ ഓഫ് ദ സെക്ടറിന്റെ ഇക്വേഷൻ കൊണ്ടുവരികയാണ്. ഓക്കെ, ഏരിയ ഓഫ് ദ സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പോയിന്റ് ഇട്ടിട്ട് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? 360 ഡിഗ്രിയാണ്. ആ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയിൽ ചെറിയൊരു ഭാഗമാണ് ഈ സെക്ടർ എന്ന് വരുന്നത്. അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ്. സെൻട്രൽ ആംഗിളിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. 360 ആണ് ടോട്ടൽ ആംഗിള്. അപ്പോൾ ടോട്ടൽ ആംഗിളിന്റെ ചെറിയൊരു ഭാഗം എന്ന് പറയുമ്പോൾ ടോട്ടൽ 360യുടെ എക്സ് ഭാഗം ആണെന്ത്? ഏരിയ ഓഫ് ദിസ് സെക്ടർ. ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് ടോട്ടൽ 360 ആംഗിളിന്റെ എക്സ് ഭാഗമാണെന്ത്? ഏരിയ ഓഫ് ദ സെക്ടർ. ഗോട്ട് ഇറ്റ്? അപ്പൊ എങ്ങനെ എഴുതാം? നേരത്തെ എഴുതിയ അതേ കേസ് തന്നെ. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് എക്സ് ബൈ 360 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് ദ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? We know that it is pi r square. So x by 360 into pi r square. അപ്പോ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ആർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. സോ ഇറ്റ് വിൽ ബി ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ബൈ 360 ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആയിരിക്കും. ഹിയർ സെക്ടർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പൊ മക്കളെ, ഈ ഏരിയ ഓഫ് ദ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ ആണ്. അപ്പോ ഈ ഏരിയ ഓഫ് ദ സെക്ടറിന് എങ്ങനെ കൊണ്ടുവരിക? എക്സ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ വന്ന രീതി മനസ്സിലായല്ലോ? ഇക്വേഷൻസ് എല്ലാം കാണാപ്പാഠം പഠിക്കുന്നതിലുപരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കുന്നതിലുപരി ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ആംഗിൾ ആൻഡ് ഏരിയ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് കുഴപ്പിക്കാറുള്ള ഒരു സംഗതിയാണ് ഈ കാണുന്ന ഫിഗർ. അതായത് ചോദിക്കുന്നത് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ? ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഇത് ടോട്ടൽ എന്താണ്? ഇറ്റ്സ് എ സെക്ടർ.
ഇത് മുഴുവനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതൊരു സെക്ടറാണ്. ആ സെക്ടറിൽ നിന്ന് OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ മാറ്റിയാൽ you will get a part which is in between the arc and the chord. കോഡ് എന്താണ്? ഇവിടെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. AB എന്ന് പറയുന്നത് obviously it's a chord. ACB എന്ന് പറയുന്നത് ഒരു ആർക്കാണ്. ഈ ആർക്കിനും കോഡിനും ഇടയിലുള്ള ഭാഗം അതല്ലേ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിന് എന്തായാലും ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാവും അല്ലെ? സെൻട്രൽ ആംഗിൾ ഉണ്ടാവും X. ആ സെൻട്രൽ ആംഗിൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിന് മൊത്തം സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന്, ഏരിയ ഓഫ് ദ സെക്ടറിൽ നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു. ലോജിക് ഉണ്ടാവണം. സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു. ഓക്കെ, എന്താ പറഞ്ഞേ? സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു. അപ്പോ എന്ത് കിട്ടും? ദാ ഈ കാണുന്ന ഭാഗത്തിന്റെ ഏരിയ കിട്ടും. ക്ലിയർ ആയോ? മനസ്സിലായോ? സെക്ടറിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? കാണുന്ന ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. ഈ ഒരു ലോജിക് ഓർത്ത് വെച്ചോണേ, ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചോണേ. എന്താണ്? സെക്ടറിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഷെയ്ഡഡ് പോർഷൻ, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ തന്നെയും പിന്നെയും പറയുന്നതിന് വേറൊന്നുമില്ല. ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോജിക്ക് ക്ലിയർ ആയല്ലോ? സെക്ടറിൽ നിന്ന് ട്രയാങ്കിൾ ഏരിയ മൈനസ് ചെയ്താൽ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. ഓക്കെ, ക്ലിയർ. ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള പ്രോബ്ലംസും എങ്ങനെയൊക്കെയാ വരുന്നത് നോക്കാം. A chord of a circle of radius 15 cm subtends an angle of 60 degree at the center. Find the area of the corresponding minor and major segment of the circle. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണേ. A chord of a circle of radius 15 cm. അപ്പോ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. കോഡ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു കോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കോഡ് ഉണ്ട്. ആ കോഡ് സെന്ററിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിള് 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്താ? ഒരു കോഡ് ഉണ്ട്. ആ കോഡ് സെന്ററിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ സബ്ടെൻസ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെന്റർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കോഡ്, എ കോഡ് സ്റ്റാർട്ടിംഗ് കോഡിലാണ് പറയുന്നത്. എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ, റേഡിയസ് 15 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിളിന്റെ ഒരു കോഡ് സബ്ടെൻസ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ സെന്റർ. എന്ത് ചെയ്യുന്നു? സെന്ററില്, എന്തിന്റെ സെന്ററില്? സർക്കിളിന്റെ സെന്ററിലാണ് മക്കളെ. സർക്കിളിന്റെ സെന്ററിൽ എന്ത് ചെയ്യുന്നു? 60 ഡിഗ്രി ആംഗിള് മേക്ക് ചെയ്യുന്നു. എന്താണ് ഈ മേക്ക് ചെയ്യുന്നത്? ഈ കാണുന്ന കോഡ് സർക്കിളിന്റെ സെന്ററിൽ 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ വലുതാക്കി വരയ്ക്കാവേ. അപ്പൊ നമുക്ക് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. നമുക്കൊരു കോഡുണ്ട്. ആ കോഡ് സർക്കിളിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിള് 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് കറസ്പോണ്ടിങ് മൈനർ ആൻഡ് മേജർ സെഗ്മെന്റ്. മൈനർ ആൻഡ് മേജർ സെഗ്മെന്റ്
എന്താണ് മൈനർ സെഗ്മെന്റ്, എന്താണ് മേജർ സെഗ്മെന്റ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണേ. അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കൂ കേട്ടോ. മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട്, ചെറിയ ഭാഗം. ഒരു കോഡ് സർക്കിളിനെ 2 ഭാഗങ്ങളാക്കുന്നു. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ചെറിയ ഭാഗത്തിനെ മൈനർ സെഗ്മെന്റ് എന്നും വലിയ ഭാഗത്തിനെ മേജർ സെഗ്മെന്റ് എന്നും പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഈ കോഡിന് പേര് കൊടുക്കാം എ ബി. എ ബി എന്ന് പറയുന്ന കോഡിനെ സംബന്ധിച്ച് ഇതെന്തായിരിക്കും? ഇത് മൈനർ സെഗ്മെന്റ് ആണ്. മൈനർ സെഗ്മെന്റ് ആണ്. ബാക്കി വരുന്ന ഭാഗം എന്താണ്? മേജർ സെഗ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതേ പാറ്റേണിൽ ഡയറക്റ്റ് ചോദിക്കില്ല, ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പറഞ്ഞ അതേ കേസാണ്. എന്താണ്? സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ഈ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എഴുതി അങ്ങ് പോയാലോ. അപ്പോ ഏരിയ ഓഫ്, നമുക്ക് ഈ സെന്ററിനെ ഓന്ന് കൊടുക്കാം. ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്. ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB. അവിടെ അറൈസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആണ് ഈ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എവിടെയാ ഉള്ളത്? ഇതിന് ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഹൈറ്റ് എത്രയാണ് അറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ പിന്നെ എങ്ങനെ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കും? എനി ഐഡിയ? ആലോചിച്ച് നോക്കിക്കേ. ഒരു എളുപ്പവഴി ഉണ്ട് കേട്ടോ. ഞാനിപ്പോ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എന്തായിരിക്കും? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ OAOB എന്താണ്? റേഡിയസ് അല്ലേ. ഇത് 15 ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? 15 സെന്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബേസ് ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കില്ലേ? ഒരു ആംഗിൾ ഇവിടെ 60 ഡിഗ്രി ആണ്. ടോട്ടൽ ആംഗിൾ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ടോട്ടൽ ആംഗിൾ എത്രയാ? 180 ആണ്. 360 എന്ന് പറയുന്നത് കേട്ടാ, 180 ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ 180 ആണ്. ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ 180 ആണ്. അതിലൊരു 60 പോയി, ബാക്കി എത്രയേ ഉള്ളൂ? 120 ഉള്ളൂ. അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും എത്ര വരും? 60 വരും. ഇതും എത്ര തന്നെ വരും? 60 വരും. ഇനി പറ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ട് വന്നാൽ ആ ട്രയാങ്കിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ആണേ. ഇപ്പൊ ഈ കാണുന്ന OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? അതെന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? അതിന് AB എത്രയാ? ABയും 15 തന്നെ ആയിരിക്കില്ലേ? ഈ കാരണം എന്താണ്? OA റേഡിയസ് ആണ്, 15 സെന്റിമീറ്റർ ആണ്. OB റേഡിയസ് ആണ്, അതും 15 സെന്റിമീറ്റർ ആണ്. ഇതെല്ലാ ആംഗിളും 60 ഡിഗ്രി വന്നപ്പോൾ OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? അപ്പൊ ഇത് 15 ആണെങ്കിൽ ABയും 15 തന്നെ അല്ലേ? സോ വൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ വിൽ ബി 15 സെന്റിമീറ്റർ. ഗോട്ട് ഇറ്റ്? അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ OAB എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ പറ കേക്കട്ടെ. കിട്ടിയോ? ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? മക്കളെ എങ്ങനെ പറഞ്ഞോ? എന്താണ്? √3/4a². അതൊരു പ്രത്യേക ഇക്വേഷൻ ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഹെറൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഹെറൻസ് ഫോർമുല
9th പഠിച്ചിട്ടുള്ള ഹെറൻസ് ഫോർമുല ഓർമ്മയുണ്ടോ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് √3/4a². ഓക്കെ, അപ്പൊ സംഭവം ഇതാണ്. സോ ഏരിയ ഓഫ് ദ സെക്ടർ, ഈ √3/4a² എന്ന് പറയുമ്പോൾ എ എന്താണ്? എ എന്ന് പറയുന്നത് വൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ ആണ്. ആ ഒരു കാര്യം ലോജിക് ഉണ്ടാണേ. അപ്പോ ഏരിയ ഓഫ് ദ സെക്ടർ ഇക്വേഷൻ എന്താ? x/360 into area of the circle, that is pi r² minus എന്താ? area of the triangle OAB, that is √3/4a². നമുക്ക് വെച്ച് കീച്ചാലോ, എവിടെ വരെ എത്തും നോക്കാം. നമുക്കറിയാം സെൻട്രൽ ആംഗിള് 60 ഡിഗ്രിയാണ്. റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. ഇതേ റേഡിയസ് തന്നെയാണ് ട്രയാങ്കിൾ ഒരു സൈഡ്. അപ്പോ എ എന്ന് പറയുന്ന ഒരു സൈഡും എത്ര തന്നെയാ? 15 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, 60/360 ഇൻറ്റു പൈ ഇൻറ്റു 15². നമുക്കാണ് 15 × 15 എന്ന് കൊടുക്കാം. മൈനസ് √3/4 ഇൻറ്റു 15 × 15. എന്തെങ്കിലും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് കോമൺ ആയിട്ട് കൊണ്ടുപോകാലോ. നമുക്ക് 0 0 കട്ട് ചെയ്യാം. അപ്പൊ എന്തോരും? 1/6 ഇൻറ്റു പൈ ഇൻറ്റു 15 × 15 മൈനസ് √3/4 ഇൻറ്റു 15 × 15. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? 6ഉം 15ഉം കട്ട് ചെയ്യാം. 6ഉം 15ഉം 3 കൊണ്ട് കട്ട് ചെയ്യാം. 3ന്റെ ടേബിളിൽ 15 5 ടൈംസ് 6 ആ 2 ടൈംസ് ആണ് അല്ലെ? 3ന്റെ ടേബിളിൽ 6 2 ടൈംസ് ആണ്, 15 5 ടൈംസ് ആണ്. സോ ഇറ്റ് വിൽ ബി 1/2 ഇൻറ്റു പൈ ഇൻറ്റു 5 × 15 മൈനസ് √3/4 ഇൻറ്റു 15 15 225. ഓക്കെ, എത്രത്തോളം പോകും നോക്കാം. ഇത് 5 ആണ്. 5ഉം 15ഉം എന്തായാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബെറ്റർ നമുക്ക് പൈയുടെ വാല്യൂ 3.14 കൊടുക്കാം. 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 5 × 15 മൈനസ് √3യുടെ വാല്യൂ 1.732 അല്ലെങ്കിൽ 1.73, അത് മതി, ഡിവൈഡഡ് ബൈ 4 × 225. ഓക്കെ, അല്ലെ 1.732 തന്നെ നടന്നോട്ടെ. നമുക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. √3യുടെ വാല്യൂ ഇന്നത് കൊടുക്കണം അല്ലെങ്കിൽ പൈയുടെ വാല്യൂ ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അതിനൊത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്താ വരിക? ഇതെന്താ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആണ്. ആ സെക്ടറിൽ നിന്ന് ട്രയാങ്കിൾ മാറ്റിക്കഴിഞ്ഞാൽ ചെറിയ ഭാഗം ഉണ്ടല്ലോ, ആ ചെറിയ ഭാഗത്തിന്റെ ഏരിയ. 5 × 15 × 3.14 ഡിവൈഡഡ് ബൈ 2. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, നേരെ ഹാഫ് എടുക്കുക. ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. എത്ര കിട്ടും നോക്കിക്കേ. എത്ര വരാ? 235.5 ഡിവൈഡഡ് ബൈ 2 അല്ലേ? മൈനസ് ഇത് എത്ര വരും? 1.732 × 225. 389.7 ഡിവൈഡഡ് ബൈ 4. ഡിവൈഡ് ചെയ്തേ. It will be 97.425. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴോ 235.5ന്റെ ഹാഫ് എടുക്കുമ്പോ എത്ര വരും? 117.75. 117.75.
117.75. നമുക്കിത് വേണമെങ്കിൽ മൈനസ് ചെയ്യാം. 117.75. ഓൾറെഡി കിട്ടിയല്ലോ. നമുക്ക് ഈ 425 ഒന്ന് റൗണ്ട് ചെയ്ത് 97.43 എന്നാക്കാം. ഓക്കെ, നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കിയാലോ. 117.75 117.75 മൈനസ് 97.43 2 3.020 20.32. എന്താണ്? മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആണ് 20.32. എങ്ങനെയാ കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത്? നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ആദ്യം ഏരിയ ഓഫ് ദ സെക്ടർ എടുത്തു അല്ലേ? ആദ്യം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ഒരു കോഡുണ്ട്. ആ കോഡ് സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് മൈനർ സെഗ്മെന്റിന്റെയും മേജർ സെഗ്മെന്റിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന ഡോട്ടഡ് പോർഷൻ ആണ്. ഈ കോഡിന്റെയും സർക്കിളിന്റെയും ഇടയിൽ വരുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ആർക്കിന്റെയും ഇടയിൽ വരുന്ന ഭാഗമാണ്. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തേ? വി ഫൗണ്ട് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ടോട്ടൽ ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ മൈനസ് ചെയ്തു. ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്തു. ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും കണ്ടുപിടിക്കണം. ബെറ്റർ ഓപ്ഷൻ എന്താണ്? ഇത് എന്ത് ട്രയാങ്കിൾ ആണെന്ന് കൺസിഡർ ചെയ്താൽ പോരെ? ഈ കാണുന്ന ട്രയാങ്കിൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എങ്ങനെയാണ് അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായത്? അവിടാണ് കാര്യം. ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നിടത്തല്ല, അതെങ്ങനെ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് കാര്യം. എന്തുകൊണ്ടാണ് OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയത്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആണ് എന്നുള്ളത് യുക്തിപരമായിട്ട് നമുക്ക് പറയാം. സൈഡ്സിനോടൊപ്പം പറയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലെ? സൈഡ്സ് മാത്രമാണല്ല ഈക്വൽ ആയിട്ട് വരുന്നത്, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി വരും. അതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന 60 ഡിഗ്രിയാണ്. ഇവിടെ കാണുന്ന 60 ഡിഗ്രിയാണ്. ഇനി 60 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ? 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രിയുടെ 60 ഡിഗ്രി 180 ഡിഗ്രിയാണ്. വെരി മച്ച് സോറി. ഒരു ട്രയാങ്കിളെ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഈ 180 ഡിഗ്രിയിൽ 60 മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 120 ആണ്. ഈ 120 ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ OAയും OBയും റേഡിയസ് ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ രണ്ട് ബേസ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 120 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 വരും. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി വന്നു? 60 ഡിഗ്രി തന്നെ വന്നു. 60 ടോട്ടൽ ആംഗിൾ 360 180 ആണ്. ഓരോ ആംഗിളും എത്ര വീതം വന്നു? 60 വീതം വന്നു. അപ്പോൾ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് √3/4a². √3/4a². ഇനി A എന്താണ്, X എന്താണ്, റേഡിയസ് എന്താണെന്ന് ഞാൻ സൈഡിൽ എഴുതി. X എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്, ദാറ്റ് ഈസ് 60 ഡിഗ്രി. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്, ദാറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ഇനിയോ A എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ ഒരു സൈഡ് എത്രയാ? അതും 15 തന്നെ അല്ലേ? ഓക്കെ, അത് അപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? അത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 15 × 5 × π ഡിവൈഡഡ് ബൈ 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് പകരം പൈക്ക് പകരം എന്ത് കൊടുത്തു? 3.14 എന്നും √3ക്ക് വാല്യൂ 1.732 എന്നും കൊടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ ആ കാണുന്ന മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എത്ര വന്നു? 20.32 എന്ന് വന്നു. എത്രയാണ്? 20.32. ഇനി മൈനർ സെഗ്മെന്റ് കിട്ടിയാൽ പിന്നെ മേജർ സെഗ്മെന്റ് നോക്കാൻ എളുപ്പമാ.
മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു, ഒരു കോഡ് കൺസിഡർ ചെയ്യുന്നു. ആ കോഡിന്റെ ഈ ഭാഗമാണ് മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞു. മേജർ സെഗ്മെന്റ് ഇതല്ലേ? മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ കാണുന്ന മൈനർ സെഗ്മെന്റ് അങ്ങ് മൈനസ് ചെയ്താൽ പോരെ അല്ലേ? ഏരിയ ഓഫ് ദ സർക്കിളിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? മൈനർ സെഗ്മെന്റ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ റേഡിയസ് എത്രയാ? റേഡിയസ് 15 അല്ലേ? സോ ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്. ക്ലിയർ ആണ്? ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്. എളുപ്പമാണല്ലോ. ഏരിയ ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ദി മൈനർ സെഗ്മെന്റ്. ദാറ്റ്സ് ഓൾറെഡി വി ഹാവ് ഗിവൻ 20.32. വി ഓൾറെഡി ഫൗണ്ട് ദാറ്റ്. നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചു. 20.32 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഏരിയ ഓഫ് ദ മൈനർ സെഗ്മെന്റ് കിട്ടിയത്. പൈ ആർ സ്ക്വയർ. റേഡിയസ് എത്രയാ? 15 ആണ്. പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു എത്രയാ? 15 സ്ക്വയർ. 15 സ്ക്വയർ മൈനസ് 20.32. 3.14 ഇൻറ്റു 225 മൈനസ് 20.32. മൾട്ടിപ്ലൈ ചെയ്തോ. 225 ഇൻറ്റു 3.14. നമുക്ക് നേരത്തെ അതേ ഒരു പാറ്റേണിൽ വന്നിരുന്നു. ചെയ്തേ. എത്ര വന്നേ? ഇറ്റ് ഈസ് 706.5 മൈനസ് 20.32. മൈനസ് ചെയ്തോ. 706.5 മൈനസ് 20.32 എത്ര വരും? It will be 686.18 centimeter square. Okay, 20.32 centimeter square. അപ്പൊ നമുക്ക് ഡെസിമൽ വാല്യൂയിലോട്ട് കൊണ്ടുവരണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. എങ്കിലും നമ്മൾ ചെയ്തു എന്ന് മാത്രം. റൂട്ടിന്റെ വാല്യൂ കൊടുക്കാനും പൈയുടെ വാല്യൂ കൊടുക്കാനും പറഞ്ഞാൽ ഇത്രയും ഒരു പാറ്റേണിലോട്ട് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പോ ഏരിയ ഓഫ് ദി മൈനർ സെഗ്മെന്റ്, ഏരിയ ഓഫ് ദി മേജർ സെഗ്മെന്റ്, ഇതൊക്കെ ചോദിക്കുന്നത് കുറച്ച് കുഴപ്പിക്കുന്ന രീതിയാണ്. ആക്ച്വലി കോൺസെപ്റ്റ് സെയിം ആണ്. എന്താണ്? സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു. സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു. സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ കിട്ടുന്നത് മൈനർ സെഗ്മെന്റ് ആണ്. ഇനി ബാക്കി മേജർ സെഗ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ആ മൈനർ സെഗ്മെന്റ് മാറ്റിയാൽ ബാക്കി എന്തേ ഉള്ളൂ? സർക്കിളിന്റെ മേജർ സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. Exercise 12.2. Here is a question. Length of minute hand of a clock is 14 centimeter. Find the area swept by the minute hand in 5 minutes. ഇത് യൂഷ്വലി എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എക്സസൈസ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഗൈഡുകൾ മാത്രം നോക്കി പോകരുത്. ഹിയർ എന്താണ്? ലെങ്ത് ഓഫ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. നമുക്കൊരു ക്ലോക്ക് കൺസിഡർ ചെയ്യാം. ക്ലോക്കിന് ഒരു ഹവർ ഹാൻഡ് ഉണ്ടാവും, മിനിറ്റ് ഹാൻഡ് ഉണ്ടാവും അല്ലെ? ഹവർ ഹാൻഡ് ഇപ്പൊ നമ്മളിവിടെ 12 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹവർ ഹാൻഡ് 12 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസം ഹവർ ഹാൻഡ് എത്ര പ്രാവശ്യം ക്ലോക്കിന് ചുറ്റി വരും? ഹവർ ഹാൻഡ് ആണ് 2 times അല്ലെ? 2 times. 12 to 12, 12 noon ആയി. 12 midnight to 12 noon ഒരു പ്രാവശ്യമായി. 12 noon to again 12 midnight. അങ്ങനെ വരത്തില്ലേ? അങ്ങനെ 2 പ്രാവശ്യമാണ് ഹവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ബട്ട് മിനിറ്റ് ഹാൻഡിനെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. ആ മിനിറ്റ് ഹാൻഡിനെ സംബന്ധിച്ച് ഓരോ മണിക്കൂറും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് കറങ്ങുന്നുണ്ടാവും. അങ്ങനെ ടോട്ടൽ എത്ര മണിക്കൂറുണ്ട്? 24 hours ഉണ്ട്. അപ്പൊ ഒരു ദിവസം മിനിറ്റ് ഹാൻഡ് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും? ഇറ്റ് ഈസ് 24 times. ഒരു ദിവസം 24 മണിക്കൂറല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 24 times എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ മിനിറ്റ് ഹാൻഡ് കിടന്ന് കറങ്ങുന്നുണ്ടാവും. സെക്കൻഡ് ഹാൻഡ് വേറെ, അത് വേറെ ഏതോ ഭൂലോകത്ത് കിടന്ന് കറങ്ങുന്ന സാധനം, അത് വിട്ടേക്ക്.
ഒരുപാട് കിടന്ന് കറങ്ങുന്നുണ്ടാവും. എത്ര സെക്കൻഡ്സ്, ഒരു ദിവസം എത്ര സെക്കൻഡ്സ് ഉണ്ടോ അതിനനുസരിച്ച് കറങ്ങും. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു കാര്യം നോക്കിയാല് മിനിറ്റ് ഹാൻഡ് എത്ര പ്രാവശ്യം കറങ്ങുന്നു പറഞ്ഞു? 24 ടൈംസ് കറങ്ങുന്നു പറഞ്ഞു. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ സർക്കിളിനെ സംബന്ധിച്ച്, ഇതൊരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ക്ലോക്ക് ആണ്. സർക്കിളിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി ആണ്. ആണേ, മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങിയാൽ അത് എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 1 hour ആണ്. അപ്പൊ ഒരു കാര്യം നോക്കാം. 1 hour എന്നുള്ളത് നമുക്ക് കറങ്ങുമ്പോൾ 360 ഡിഗ്രി ആവും. മിനിറ്റ് ഹാൻഡ് 1 hour കറങ്ങുമ്പോൾ അല്ലെ, ഒരു റൊട്ടേഷൻ ആവുമ്പോൾ അതിന് 1 hour ആവില്ലേ? മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേഷൻ എടുക്കുമ്പോൾ 1 hour ആവും. ആ 1 hourന് 360 ഡിഗ്രിയാണ് ആംഗിൾ. ഈ 1 hour എന്നുള്ളത് 60 മിനിറ്റ്സ് അല്ലേ? 60 മിനിറ്റ്സിന് 360 ഡിഗ്രി എടുക്കും. 60 മിനിറ്റ്സിന് 360 ഡിഗ്രി എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിന് എത്ര ഡിഗ്രി എടുക്കും? 360 ഡിവൈഡഡ് ബൈ 60. ഒരു മിനിറ്റിന് എത്ര ഡിഗ്രിയാണ് സ്വെപ്റ്റ് ചെയ്യുക, ആംഗിൾ വരിക? ഒരു മിനിറ്റിന് വരുന്നത് 6 ഡിഗ്രിയാണ്. 60 അല്ല, 6 ഡിഗ്രിയാണ്. ഒരു മിനിറ്റിന് 6 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യനിൽ എന്താണ്? 5 മിനിറ്റിന്റെ കേസാണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിന് സെറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 5 into 6 that is 30 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആംഗിൾ കിട്ടി. ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എന്തുണ്ടായിരുന്നില്ല? സെൻട്രൽ ആംഗിൾ ഉണ്ടായിരുന്നില്ല. പകരം എന്താ പറഞ്ഞേ? മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റ് കൊണ്ടാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് സ്വെപ്റ്റ് ചെയ്ത ഏരിയ എത്രയാണെന്നാണ്. ഒരു സർക്കുലർ ക്ലോക്കില് ലെങ്ത് ഓഫ് മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അതിന്റെ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് 14 സെന്റിമീറ്റർ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനിടയിലുണ്ടായ ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. അതിന്റെ 5 മിനിറ്റ് കഴിയുമ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വന്നു? 30 ഡിഗ്രി വന്നു. എങ്ങനെയാണ് 30 ഡിഗ്രി വന്നതെന്നുള്ളതാണ് ഈ പറഞ്ഞത്. മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് 1 hour ആണ്. ഈ 1 hourന് എത്ര ആംഗിൾ എടുക്കുന്നു? 360 ഡിഗ്രി എടുക്കുന്നു. അപ്പൊ 1 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി എടുക്കുന്നു. ഓക്കെ, 1 hourന് 360 ഡിഗ്രി ആണ്. ഈ 1 hour എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? 60 മിനിറ്റ്സ് ആണ്. അപ്പൊ ഈ 60 മിനിറ്റ്സിനാണ് 360 ഡിഗ്രി. അപ്പൊ ഒരു മിനിറ്റിന്റെ എത്ര വരും? ഒരു മിനിറ്റിന് 360 ഡിവൈഡഡ് ബൈ 60 which is 6 ഡിഗ്രി. 6 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം 5 മിനിറ്റ് ആണ്. സോ 5 മിനിറ്റ്സിന് എത്ര വരും? 5 into 6 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെൻട്രൽ ആംഗിൾ 30 ആണ്, റേഡിയസ് 14 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇതിനിടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ദിസ് വിൽ ബി ഏരിയ ഓഫ് ദ സെക്ടർ. ഇക്വേഷൻ എന്താ? x by 360 into pi r square. ഏരിയ ഓഫ് ദ സർക്കിൾ pi r square. റേഡിയസ് 14 ആണ്. x എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്, which will be 30 ഡിഗ്രി. So 30 by 360 into pi into radius of the circle which is 14. 14 square. 14 into 14. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 0 0 കട്ട് ചെയ്യാം. 3 by 36. 3ന്റെ ടേബിളിൽ 36 ഉണ്ടല്ലോ. എത്ര ടൈംസ് ആ? 3ന്റെ ടേബിളിൽ 36 12 ടൈംസ് ആണ്. 3 12s are 36. So we can make it as over here. താഴോട്ട് പോവാം. വെറുതെ അങ്ങോട്ടും സൈഡിലോട്ടൊക്കെ എഴുതി പെൻഡിങ് ആക്കണ്ട. So 1 by 12 into pi into 14 into 14. എന്തേലും പൈയുടെ വാല്യൂ 22/7 കൊടുക്കാൻ പറയുന്നുണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൈയുടെ വാല്യൂ നമുക്ക് 22/7 കൊടുക്കാം. 1 by 12 into 22/7 into
14 into 14. ഇനി എന്തിനു കട്ട് ചെയ്ത് പോവും? ഈ 7ന്റെ ടേബിളില് 14 ഉണ്ട് 2 times ആണേ. 7ന്റെ ടേബിളില് 14 ഉണ്ട് 2 times. പിന്നെന്ത് ചെയ്യാം? 2ന്റെ ടേബിളില് 12 ഉണ്ട് 6 times. 6 2s are 12. So we may have 1/6 into 22 into 14. 1/6 into 22 into 14. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 6ന്റെ ഹാഫ് എടുക്കാം, 22ന്റെ ഹാഫ് എടുക്കാം. 6ന്റെ ഹാഫ് 3 ആണ്, 22ന്റെ ഹാഫ് 11 ആണ്. So you will be having 11 into 14 divided by 3. 11 into 14 divided by 3. ചെയ്ത് നോക്കിയാൽ 11 into 14 എത്ര വരും? 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? 11 into 14, ആ 1ഉം 4ഉം കൊണ്ട് എടുത്തെഴുതുക. എന്നിട്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 5. 154 divided by 3. 154 divided by 3. എന്തായാലും ഒരു പോയിന്റ് വരും. So area of the sector will be 154 divided by 3 centimeter square. That would be better. കാരണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ മനസ്സിലായേ? ഈ 1ഉം 5ഉം 4ഉം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ മാത്രമേ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 5 4, ഇത് രണ്ടും 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 plus 5 6. 6 plus 4 10. 10 is not a multiple of 3. So we cannot divide 154 by 3. ഓക്കെ, ഇനി 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. 1ഉം 4ഉം കൊണ്ട് എടുത്തെഴുതുക. എന്നിട്ട് ഈ 1ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് 5 എഴുതുക. ഫോർ അനദർ എക്സാമ്പിൾ, 11 into 23 വന്നാൽ 2ഉം 3ഉം എടുത്തെഴുതുക. 2 plus 3 5. 253. 11 into 62 വന്നാൽ 6 into എടുത്തെഴുതുക. 6 plus 2 8. 682. ക്ലിയർ? 11 കൊണ്ട് മൾട്ടിപ്ലൈ ഈസി പീസി പാറ്റേൺ ആണ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഹിയർ ഇസ് ദ പോയിന്റ്. 154 divided by 3 will be the area of the sector or area of the portion or area. എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏരിയ swept by the minute hand in 5 minutes. 5 മിനിറ്റ് കൊണ്ട് ഈ മിനിറ്റ് ഹാൻഡ് എടുക്കുന്ന ഏരിയ എത്രയാണ്? which is 154 by 3 centimeter square. ആ മിനിറ്റ് ഹാൻഡിന്റെ റേഡിയസ് എത്രയാ? 14 ആയിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് വന്നത്. ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. നെക്സ്റ്റ് വൺ, warn ships for underwater rocks. To warn ships for underwater rocks, a lighthouse spreads a red-colored light over a sector of angle 80 degree to a distance of 16.5 kilometer. Find the area of the sea over which the ship are warned. നമുക്കൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോർ അനദർ എക്സാമ്പിൾ, ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അടുത്തൊരു കരയുണ്ടെങ്കിൽ, ഇപ്പം ഉൾക്കടലിൽ കിടക്കുന്ന ഒരാൾക്ക് ലൈറ്റ് ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അവിടെ ആ ഭാഗത്ത് കരയുണ്ട് അല്ലെങ്കിൽ ലാൻഡ് ഏരിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഷാലോ റീജിയനിലോട്ട് എത്തുമ്പോൾ. ഷാലോ റീജിയനിലോട്ട് എത്തുക എന്ന് പറയുന്നത് എന്താ? കരയോട് അടുക്കുന്തോറും ഷിപ്പിന്റെ താഴ്ഭാഗം ഇടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കാം? ലൈറ്റ് ഹൗസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ലൈറ്റ് ഹൗസ് യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? റെഡ് കളേർഡ് ലൈറ്റ് ഓവർ എ സെക്ടർ ഓഫ് ആംഗിൾ 80 ഡിഗ്രി. അപ്പോ നമുക്കൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് എന്ന് കരുതുക. നമുക്ക് ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞാൻ പറയുന്ന ലൈറ്റ് ഹൗസ് ഒക്കെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടാവും. ആ ലൈറ്റ് ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ആംഗിള് 80 ഡിഗ്രി ആംഗിളിൽ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ടു എ ഡിസ്റ്റൻസ് ഓഫ് 16.5 കിലോമീറ്റർ. 16.5 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. എങ്കിൽ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എത്രയാണ്? ഇത് ഇത്രയും കടലാണെങ്കിൽ, സീ ഏരിയ ആണെങ്കിൽ, സീ പോർട്ട് ആണെങ്കിൽ അതിന്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? ടു വാൺ
ഷിപ്സ് ഫോർ അണ്ടർ വാട്ടർ റോക്സ്, അടിഭാഗം ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസ്. സ്പ്രെഡ്സ് റെഡ് കളേർഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്ന ഏരിയ, സ്പ്രെഡ് ചെയ്യുന്ന പോർഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. തട്ടിക്കൂട്ട് വരെയാണ്, ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഏരിയ കാണിച്ചു. ആ ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ ഭാഗത്തിന്റെ എന്താ പറയാ, നമുക്ക് ആദ്യം വേണ്ടി നോക്കാം. ലൈറ്റ് ഹൗസ് എടുത്തു, ലൈറ്റ് ഹൗസ് കൊണ്ടുവന്നു, അതിനൊരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഭാഗം കൊണ്ടുവന്നു. അതിന്റെ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി ആണ്. ഇത് ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ് ലൈറ്റ് ആണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്പ്രെഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 16.5 കിലോമീറ്റർ ആണ്. 16.5 കിലോമീറ്റർ ആണ്. ഓക്കെ, സോ വി ആർ അബൌട്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം അത് സെക്ടർ ആണോ, ആർക്കാണോ, ലെങ്ത് ഓഫ് ആർക്കാണോ കണ്ടുപിടിക്കേണ്ടത്, സെക്ടർ ആണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ലോജിക്ക് നമുക്ക് ഉണ്ടാവണം. യൂഷ്വലി മാത്തമാറ്റിക്സിൽ പ്രോബ്ലംസ് വരുന്നത് ഇതെല്ലാം ലോജിക്കൽ ബേസ്ഡ് ആണ്. ലോജിക്കൽ അനാലിസിസ് ആണ് കൂടുതലും ആ ഒരു പാറ്റേണിൽ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് 80 ഡിഗ്രി. റേഡിയസ് എത്രയാണ്? ഇറ്റ് ഈസ് 16.5 കിലോമീറ്റർ. ഓക്കെ, 16.5 കിലോമീറ്റർ. വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് സെക്ടർ. എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് സെക്ടർ, ഏരിയ ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സീ ഓവർ വിച്ച് ദ ഷിപ്പ് ഓർ വാട്ട്? യെസ്, ഏരിയ ഓഫ് ദ സെക്ടർ. സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഈ ഷിപ്പിന് വാർണിംഗ് കൊടുക്കുന്ന ലൈറ്റ് പതിക്കുന്ന ഏരിയ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഏരിയ ഓഫ് ദ സെക്ടർ ഇക്വേഷൻ എന്താ? x/360 into pi r square, ഏരിയ ഓഫ് ദ സർക്കിൾ. x എത്രയാ? 80 ആണ്. 80/360 into pi into radius 16.5 into 16.5 pi r square, റേഡിയസിന്റെ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാവുന്ന മാക്സിമം ഒക്കെ കട്ട് ചെയ്ത് പോവാം. 0 കട്ട് ചെയ്യാം. 8ന്റെ ടേബിളിൽ 36 ഉണ്ടോ? 32 ഉണ്ട്, 36 ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കാര്യം ചെയ്ത് ഓർമ്മയുണ്ടോ? 360 ഡിവൈഡഡ് ബൈ 8 ഓർമ്മയുണ്ടോ? 360 ഡിവൈഡഡ് ബൈ 8 എത്ര വന്നു? 45 ആണ് അല്ലേ? ഓക്കെ, അപ്പോ 360 ഡിവൈഡഡ് ബൈ 8 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? 80 ഡിവൈഡഡ് ബൈ 360 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 8ന്റെയും 36ന്റെയും ഹാഫ് എടുക്കാം. പോട്ടെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് ആണ്. ഡിവൈഡഡ് ബൈ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 9, റൈറ്റ്? 9 4 36 അല്ലേ? ഓക്കെ, ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 കൊടുക്കാൻ പറയുന്നുണ്ടേ. പൈയുടെ വാല്യൂ 3.14 കൊടുക്കാം. ചെയ്ത് നോക്കാം. 3.14 ഇൻറ്റു 16.5 ഇൻറ്റു 16.5. ഓക്കെ, ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലുള്ള പ്രത്യേകത എന്താ? ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 16.5 നോക്കിക്കേ. 5 1 6, 6 6 12, 12 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9 3യുടെ ടേബിളില് എത്ര ടൈംസ് ആ? 9 3യുടെ ടേബിളില് 3 ടൈംസ് ആണ്. 165 എത്ര ടൈംസ് ആണ്? പോയിന്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 165 3യുടെ ടേബിളില് എത്ര ടൈംസ് ആയിരിക്കും? നമുക്കൊരു കാര്യം നോക്കിയാല് 15 വരുന്നുണ്ട്, 5 ടൈംസ് ആണ്, റൈറ്റ്? ഐ തിങ്ക് 55 into 3,
5 3s are 15, carry over 1. 5 3s are 15, 15 plus 1, 16, 165. So 5.5 will be the number. 5.5. Right? Again, we can divide 3 and 16.5. It will be 5.5. So, area of this sector will be 2 into 3.14 into 5.5 into 5.5. 5.5 5.5 എന്ന് പറയുന്നത് 5ന്റെ 5.5 അല്ലേ? 5.5യുടെ ഡബിൾ എത്രയായിരിക്കും? 5.5. 5.5ന്റെ ഡബിൾ എത്രയായിരിക്കും? 11 ആയിരിക്കും. Okay. So we are multiplying 2 and this 5.5. You will get 11. 11 into 3.14 into 5.5. Multiply ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടും. എന്താ? ഏരിയ ഓഫ് ദ സെക്ടർ സ്ക്വയർ കിലോമീറ്റേഴ്സ് ഒക്കെ എത്രയാണ് ചെയ്തിട്ട് പറഞ്ഞേ? 11 into 3.14 into 5.5. 11 വരെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 5.5 into 5.5 into 3.14 into 2. ഈ 4 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് കിട്ടും. ശരി, എത്ര വന്നു? 189.97 സ്ക്വയർ കിലോമീറ്റർ എന്ന് കൊടുക്കാം. നമുക്ക് വേണേൽ റൗണ്ട് ചെയ്തിട്ട് 190 സ്ക്വയർ കിലോമീറ്റർ എന്ന് കൊടുക്കാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 190 സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ. യൂണിറ്റ് കൊടുക്കുമ്പോൾ സ്ക്വയർ കിലോമീറ്റർ എന്നുള്ള രീതിയിൽ കൊടുക്കാം. കാരണം യൂണിറ്റ് റേഡിയസ് വന്നിരിക്കുന്നത് 16.5 കിലോമീറ്റർ ആണ്. So 189.97 square kilometer. Otherwise, we can make it as 190 square kilometer approximate. Okay. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. എന്താ ചെയ്തേ? ഒരു ലൈറ്റ് ഹൗസ് ആദ്യം വരച്ചു നോക്കി. തട്ടിക്കൂട്ടാണ്, നെവർ മൈൻഡ്. ആ ലൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന ലൈറ്റിന്റെ ബീം ഓഫ് ലൈറ്റിന്റെ ആംഗിൾ which sweeps an angle 80 degree. ആംഗിൾ 80 ഡിഗ്രി ആണ്. എത്തുന്ന ദൂരം എത്രയാ? 16.5 കിലോമീറ്റർ ആണ്. ലൈറ്റ് ഹൗസിൽ നിന്ന് 16.5 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈറ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗത്ത് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ്, കല്ലിരിക്കുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അണ്ടർ വാട്ടർ റോക്സ് ഉണ്ടോ ഇല്ലോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷിപ്പിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് ഈ ഭാഗത്തിലുള്ള കടലിന്റെ ഏരിയ അല്ലെങ്കിൽ അത്രയും ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിച്ചാൽ മതി. കാരണം ആ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സെക്ടർ ആണ്, സർക്കിളിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാവും. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, 16.5 കിലോമീറ്ററോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് റേഡിയസ് വിൽ ബി 16.5. ഓക്കെ, അപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ ഒരു ഭാഗം കിട്ടി. ഏരിയ ഓഫ് ദ സെക്ടർ ആണെന്ന് മനസ്സിലായി. ആ ഏരിയ ഓഫ് ദ സെക്ടറിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. x/360 into pi r square. x/360 into pi r square. x എന്താണ്? സെൻട്രൽ ആംഗിൾ ആണ്, ദാറ്റ് ഈസ് 80 ഡിഗ്രി. റേഡിയസ് എന്താ? 16.5 കിലോമീറ്റർ. അത് സോൾവ് ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 189.97 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഏരിയ അത് സ്വീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അത് റൗണ്ട് ചെയ്തിട്ട് 190 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ക്ലിയർ. അപ്പോ എന്തെഴുതാം? ഏരിയ ഓഫ് ദ സീ ഓവർ വിച്ച് ദ ഷിപ്പ് ആർ വാണ്ട് വിൽ ബി 190 സ്ക്വയർ കിലോമീറ്റർ. എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഏരിയ ഓഫ് ദ സീ ഓവർ വിച്ച് ദ ഷിപ്സ് ആർ വാണ്ട് വിൽ ബി ഈക്വൽ ടു 190 സ്ക്വയർ കിലോമീറ്റർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വിസ് ടൈം. Radius of the circle is 3 centimeter. The ratio of area subtended by an arc to the total area of it is 1:3. Find the angle subtended. ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് യുവർ ടൈം. കിട്ടിയോ? നമുക്കിത് കൺസിഡർ ചെയ്യാം. റേഷ്യോ ഓഫ് ഏരിയ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക്. ആർക്കിൽ ഫോം ചെയ്യുന്ന ഏരിയ.
എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ഏരിയ ഓഫ് ദ സെക്ടർ. ടു ദ ടോട്ടൽ ഏരിയ ഓഫ് ഇറ്റ് ഇസ് 1:3. ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക്. ടോട്ടൽ ഏരിയയും ആ ആർക്ക് ഫോം ചെയ്യുന്ന സർക്കിളിന്റെ ഭാഗത്തിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ 1:3 ആണ്. 1:3 ആണ്. അപ്പൊ നമ്മൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ദ സെക്ടറിന്റെ ഏരിയ 1x എന്നും ടോട്ടൽ ഏരിയ 3x എന്നും കൊടുക്കാം. ടോട്ടൽ ഏരിയ 3x ആണ്. ഓക്കെ, അതൊക്കെ വിട്ടേക്ക്. ഏരിയ റേഷ്യോ ഓഫ് ഏരിയ വരുന്നത് 1:3 ആണ് എന്ന് പറയുമ്പോൾ സെക്ടറിന്റെ ഏരിയ 1x എന്നും സർക്കിളിന്റെ ഏരിയ 3x എന്ന് കൊടുക്കാം. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ സർക്കിളിന്റെ ഏരിയ ആണ് 3x ആണ്. സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? x/360 അല്ലെങ്കിൽ θ/360 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ ആണ് എന്ത്? ഏരിയ ഓഫ് സെക്ടർ അല്ലെ? ഏരിയ ഓഫ് സെക്ടർ. ഇനി നമുക്ക് ഈ θ/360 ഇൻറ്റു ഏരിയ ഓഫ് ദ സർക്കിൾ നമ്മൾ എന്തെന്ന് കൊടുത്തു? 3x എന്ന് കൊടുത്തു, ഈക്വൽ ടു ഏരിയ ഓഫ് ദ സെക്ടർ, ദാറ്റ് ഈസ് 1x. ഓക്കെ, അതായത് θ/360 ആണെന്ത്? നമുക്ക് ഈ x കട്ട് ചെയ്യാം, 1/3. അതായത് ഈ θ/360 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഏരിയ ഓഫ് ദ സെക്ടറും ടോട്ടൽ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ദ ആംഗിൾ. അപ്പോ ആംഗിൾ എത്രയാ വരിക? ഇത് ചെയ്തു വരുമ്പോഴല്ലേ ഇതിന്റെ ലോജിക്ക് കിട്ടുക. ആംഗിൾ എത്രയാ വരിക? ആംഗിൾ θ will be equal to 360 divided by 3. 360 divided by 3 എത്ര വരിക? which will be 120 അല്ലേ? വേറൊരു രീതിയിൽ ഞാൻ പറയാം. ഒരു സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്യും. ആദ്യം ഞാൻ ഇതാ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലോട്ട് കയറാമെന്ന് വെച്ചു. ഇതൊരു എളുപ്പ വഴിയാണ്. നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നത്. സർക്കിൾ കൺസിഡർ ചെയ്താൽ ടോട്ടൽ ഏരിയ 3x ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ഏരിയ 3x ആണെങ്കിൽ ഈ സർക്കിളിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സ് എക്സ് എക്സ്. സെക്ടറിന്റെ ഏരിയ x ആണ്, ഒരു സെക്ടറിന്റെ ഏരിയ ഒരു x ആണ്. അപ്പോ ടോട്ടൽ ആംഗിൾ 360 അല്ലേ? 360നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ ഇതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്? 360 divided by 3 which is 120. അങ്ങനെയും എടുക്കാം, ഈ ഒരു രീതിയിലും എടുക്കാം കേട്ടോ. എളുപ്പ വഴിയാണ്. ഒരു സർക്കിളിനെ 3 ഈക്വൽ പാർട്ടാക്കുന്നു. അതിലൊരു പാർട്ടിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 120. 360 divided by 3 120. ആ ഒരു രീതിയിലും കൺസിഡർ ചെയ്യാം. സോ 120 will be the answer. ഓപ്ഷൻ ബി. ഓക്കെ, കിട്ടിയായിരുന്നോ? ഇതാണ് ആൻസർ എന്ന് കിട്ടിയായിരുന്നോ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏരിയ ഓഫ് ദ സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ പറഞ്ഞു, ഏരിയ ഓഫ് ദ സെഗ്മെന്റ് പറഞ്ഞു, മൈനർ സെഗ്മെന്റ്, മേജർ സെഗ്മെന്റ്. അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെക്സ്റ്റുവൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് നോക്കാം. കോമ്പിനേഷൻ ഓഫ് ദ ഫിഗർ അല്ലെ? ഒരു സെക്ടറിന്റെ പുറത്ത് മറ്റൊരു സെക്ടർ വരുമ്പോൾ ഇതിനിടയിൽ വരുന്ന ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ബൈ ബൈ.